ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉപയോഗിച്ചുള്ള ഒരു പെപ്പർ മസാലയാണ്. ചിക്കൻ അല്ല, കോളിഫ്ലവർ ഉപയോഗിച്ചുള്ള അടിപൊളി ഒരു പെപ്പർ മസാലയാണ്. നോൺ വെജ് പോലെ തന്നെ ഈ കോളിഫ്ലവർ ഉപയോഗിച്ച് അടിപൊളി മസാല കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഉപയോഗിച്ച് അടിപൊളി ഒരു പെപ്പർ മസാല, അതും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ മസാല തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ സാധാരണ ജീരകം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയെടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഹാഫായി കട്ട് ചെയ്ത് കീറിയെടുത്തത്, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറി വരുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 2 സബോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള വഴറ്റുന്ന സമയത്ത് എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നാലാണ് പെട്ടെന്ന് തന്നെ വഴണ്ടു വരുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് നമ്മൾ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ച മസാല വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടി മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇടാൻ പാകത്തിന് മസാലയൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവർ നന്നായിട്ട് മസാല ഇട്ടൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന ഇടയ്ക്കായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തേക്കാം. അടച്ചു വെച്ച് വേവിച്ച് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് ഈ കോളിഫ്ലവറിനുണ്ടായ ഈ വെള്ളമൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.